തൃശൂരിൽ പുലിക്കളി മഹോത്സവത്തിന് കൊടിയേറി. തൃശൂർ നടുവിലാലിൽ നടന്ന കൊടിയേറ്റ് കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരുടെ കൂട്ടായ്മയായ കോലഴി പൂമ്പാറ്റ കലാപീഠത്തിലെ മേളക്കാരുടെ പുലിത്താളത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൊടിയേറ്റ്. പുലികളിയുടെ നടത്തിപ്പിനായി കോർപ്പറേഷൻ ഒരുങ്ങിക്കഴിഞ്ഞെന്ന് മേയർ പറഞ്ഞു. ഇത്തവണ ഓരോ ടീമിനും തൃശൂർ കോർപ്പറേഷൻ 3,20,000 രൂപ വീതമാണ് ധനസഹായം നൽകുന്നത്. ഇതിന്റെ അഡ്വാൻസ് തുക കഴിഞ്ഞ ദിവസം ഓരോ ടീമിനും നൽകിക്കഴിഞ്ഞതായും മേയർ അറിയിച്ചു. തൃശൂരിന് ഇനി വരാൻ പോകുന്നത് ഉത്സവ നാളുകളാണെന്നും മേയർ കൂട്ടിച്ചേർത്തു. നമുക്ക് ഈ പ്രാവശ്യങ്ങൾ നമുക്കറിയാലോ, ഈ ഭരണസമിതിയുടെ അവസാനത്തെ പുലിക്കളിയാണ്. 5 ടീം വരുമ്പോൾ 9 ടീമായി. സഹകരണം വളരെയധികമുണ്ട്. ഇനിയും മുന്നോട്ട് പോകണം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശൂർ പട്ടണം പുലിക്കളിയെ ഏറ്റുവാങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. സ്വരാജ് റൗണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന സ്വരാജ് റൗണ്ട് ഉണർന്നു. ഇനി മുതൽ സെപ്റ്റംബർ 8 തീയതി കാത്തു നിൽക്കുന്നു. ഈ കൊടിക്കൂറ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ പുലിക്കളിയായി എല്ലാം തയ്യാറായി. എല്ലാ ജനങ്ങളും, ലോക മലയാളികൾ കാത്തിരിക്കുന്നു. സെപ്റ്റംബർ 8 നമുക്ക് അന്ന് കാണാം. എല്ലാ സഹായവും അവർക്ക് ആവശ്യമനുസരിച്ച് 3,25,000 വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ല. നാലോണ നാളായ സെപ്റ്റംബർ 8 ഇത്തവണ പുലിക്കളി. 9 ടീമുകൾ സ്വരാജ് റൗണ്ടിൽ മാറ്റുരയ്ക്കാനെത്തും. ജനം, തൃശൂർ.